ഐഫോൺ മോഹം ദുരന്തമായി. 17-ാം വയസ്സിൽ കിഡ്നി വിറ്റ യുവാവ് ഇന്ന് ജീവിക്കുന്നത് ഡയാലിസിസിൻ്റെ സഹായത്താൽ. ചുമ്മാ സൂക്കേടെന്ന് പറയും. അപ്പോൾ ഇത് ഏതോ ഒരു റീലിലെങ്ങാണ്ട് ഞാൻ എന്നെ കാമുകിക്ക് ഐഫോൺ മേടിക്കാൻ കൊണ്ട് ഇതുപോലെ വൃക്ക എങ്ങാണ്ട് കൊണ്ട് വിറ്റേക്കുക. ഇവർക്കൊന്നും തലയ്ക്ക് വെളിവില്ലേ എന്നുള്ളതാണ്. കുറച്ചെങ്കിലും ബുദ്ധിമുട്ടി മന്ദബുദ്ധി എന്തെങ്കിലും പിടിക്കാറുണ്ട്. നമ്മുടെ അമ്മമാർക്കോ വേണ്ടത്, പ്രത്യേകിച്ച് അമ്മ, അച്ഛൻ, ഒരു സഹോദരി, ഇവർക്കൊക്കെ വേണ്ടിയൊക്കെയാണ് ഒരാൾ, അല്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വൃക്ക ദാനം ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇതൊരു ഐഫോൺ എടുത്തത് മേടിക്കാൻ വേണ്ടി ഇതൊക്കെ എണ്ണത്തിൻ്റെ സുഖം. ഒന്നായിട്ട് അധ്വാനിച്ചുണ്ടാക്കുക. ആദ്യം ചെറിയ ഫോണ്, അത് 2-3 വർഷം പിടിക്കും ഐഫോൺ മേടിക്കാം. അപ്പം തന്നെ മേടിക്കാൻ നോക്കല്ലേ. 2-3 വർഷം കഴിഞ്ഞ് നല്ല രീതിയിൽ പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു ഐഫോൺ മേടിക്കാൻ പറ്റും. അധ്വാനിച്ച് അതിന് വേണ്ടി മാറ്റി ചിലവുകളൊക്കെ നിയന്ത്രിച്ച് മാറ്റി വെച്ചാൽ നമുക്കാണെങ്കിലും ഐഫോൺ മേടിക്കാൻ പറ്റും. കുറച്ച് വർഷം കഴിച്ച് പിടിക്കുമെന്നുള്ളൂ. ക്ഷമയോടെ കാത്തിരിക്കുക. അല്ലാതെ കൊണ്ടുപോയി കിടന്ന് ഇത് വിറ്റില്ല, കരൾ കൊണ്ട് വൃക്ക കൊണ്ട് വിൽക്കാന്ന് പറഞ്ഞു പിന്നെ നമുക്ക് തന്നെ പണി കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും വേണ്ടിയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. ഇതന്നെ ഒരു ഫോൺ മേടിക്കാൻ വേണ്ടി, ഐഫോൺ മേടിക്കാൻ വേണ്ടി ഇത്രയൊക്കെ മനുഷ്യനൊക്കെ ഇതൊരു തെറ്റായ സന്ദേശമാണ്. പിന്നെ നാളെ വേറെ സാധനം മേടിക്കാൻ വേണ്ടി സ്വന്തം വൃക്ക കൊണ്ട് വിൽക്കും. അങ്ങനെ പല രീതിയിലുള്ള ചിന്താഗതികളുണ്ടാകും. അപ്പോൾ ഇതൊന്നും ചെയ്യുന്നത് വളരെ തെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മൊബൈൽ മേടിക്കാൻ കുറച്ച് ക്ഷമ കാണിക്കാം, കുറച്ച് നല്ലപോലെ അധ്വാനിക്കാം. തീർച്ചയായിട്ടും മേടിക്കാൻ പറ്റും.